Okay, so good morning. നമ്മൾ ഗവേണൻസ് കേരള ഗവേണൻസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പോർഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഫാക്ട് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസിനെ പറ്റിയാണ്. സോ ഇൻ ദിസ് പർട്ടിക്കുലർ വീഡിയോ, in this particular session, we would be discussing about one of the very interesting and very important area, but the availability of content is bit difficult in this area. Okay, so അത്തരമൊരു ഏരിയ ആയിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുക. So that focus area is the principle of natural justice. The principle of natural justice. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക നീതിയാണ്, അല്ലെ? സ്വാഭാവിക നീതിയാണ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ എന്നുള്ളതായിരിക്കും, അല്ലെ? സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ. So this is what is our focus area for today's discussion, and let me just introduce myself. My name is Akshay Shaji and my native is Aluva. For the past 3+ years I have been here in Trivandrum. 3 വർഷത്തിലധികമായി തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായും അതുപോലെ ടീച്ചിങ്ങുമായും ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആണ് താമസം. ഞാൻ കൂടാതെ ഓൾ ഇന്ത്യ റേഡിയോയിൽ CNRT ആയിട്ട് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കൂടിയുണ്ട്. അപ്പോൾ ഗവേണൻസിന്റെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നൗ ഇതേ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള സിലബസിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടി തരാം. അപ്പോ ഈ സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ് ആണ് ഞാൻ കവർ ചെയ്യുക. അതിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്ന the first one is Kerala State Civil Service. We have already done the discussion about Kerala State Civil Service. Okay, Kerala State Civil Service. Then you have quasi-judicial bodies and commissions. Okay, quasi-judicial bodies and commissions. ഇത് വളരെ ഫാക്ച്വൽ ആയ മേഖലയാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്നത് there is no dynamism attached towards this particular section of the syllabus. Then you have again e-governance. E-governanceും വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മേഖലയാണ്, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിൽ നിന്നും കൺസെപ്റ്റ് ഒന്നും കൂടുതലായി പഠിക്കാനില്ല. And the important area which you need to analyze from the conceptual side is the next part. അവിടെയാണ് we need to understand about the delegated legislation. Again, this area, അതായത് ഈ 4th area, ഞാൻ അവസാനം പറയുന്ന ഈ 4th area മുതലാണ് നമ്മൾക്ക് കണ്ടന്റിന് ക്ഷാമമുള്ളത്. അതായത് ക്വാളിറ്റി കണ്ടന്റ് നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനലിലും ലഭ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ക്ലാസ് മുറികളിൽ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ യൂട്യൂബ് ചാനലുകളിൽ ക്വാളിറ്റി കണ്ടന്റ് ലഭ്യമല്ല. Delegated legislation, okay, delegated legislation. Then you have the control over delegated legislation. Okay, delegated legislation എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. Control over delegated legislation. എന്ത് കൺട്രോൾ ആണ്? ആരാണ് നിയന്ത്രിക്കുക? യെസ്, ഓഫ് കോഴ്സ് the parliament can control as well as the judiciary can control, isn't it? The judiciary can also control. Delegated legislation എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം തന്നെയാണ്. നിയമനിർമ്മാണം ആരെങ്കിലും ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ പാർലമെന്റിനും ചെക്ക് ചെയ്യാം, ജുഡീഷ്യറിക്കും ചെക്ക് ചെയ്യാം. We will talk about that in detail. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷന് ശേഷം അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾക്ക് പെർമിസിബിൾ ഇംപെർമിസിബിൾ ലെജിസ്ലേഷനെ പറ്റിയും ഡിസ്കസ് ചെയ്യണം. വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് പെർമിസിബിൾ ലെജിസ്ലേഷൻ ആൻഡ് ഇംപെർമിസിബിൾ ലെജിസ്ലേഷൻ. സോ ദിസ് ഇസ് ജസ്റ്റ് an analysis of the syllabus. Okay, impermissible legislation
And then you have administrative arbitrariness. Okay, അതായത് അനിയന്ത്രിതമായ ഭരണ സംവിധാനത്തെ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. Okay, so there also we need to learn about the judicial control, especially we say the constitutional control, all those sort of things. And finally, you have a small topic which is known as administrative adjudication. And the last important specific area is principle of natural justice. So this is what is the syllabus of governance in relation to the polity part. Okay, polity-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന സിലബസ് ഇതാണ്. Then economics-മായി ബന്ധപ്പെട്ട് say for example disaster management, watershed പോലുള്ള കാര്യങ്ങൾ, of course that will be dealt by another faculty. Governance in terms of constitution is what will be our area of focus. Okay, yes, administrative discretion or administrative adjudication, all those things we need to understand. Okay, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഈ രണ്ട് മേഖലകളിലായിരിക്കും കേട്ടോ. 1 and 4 ഈ രണ്ട് മേഖലയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. 2 and 3 would be giving just idea about we would be giving just idea about what quasi-judicial bodies are and what are the quasi-judicial bodies that you need to concentrate upon, what is e-governance, and the rest will be provided as a note. Okay, നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വായിക്കുക, പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ ചെയ്യാനില്ല കേട്ടോ. നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ. ബിക്കോസ് ദിസ് ഇസ് എ ക്രാഷ് കോഴ്സ്. നമ്മൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല, വിച്ച് യു നോ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മേഖലയായിരിക്കും നമ്മളുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. So you might have heard about the principle of natural justice a number of times, അല്ലേ? പക്ഷെ ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് എങ്ങനെ ഒരു സമൂഹം എത്തിച്ചേർന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് കേസുകളുടെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുക. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, വിച്ച് യു മൈറ്റ് ബി നോയിങ് അബൌട്ട് ലേസസ് ഫെയർ, അബൌട്ട് നെമോ ജുഡെക്സ് ക്വാസ സ്വാ. സോ ദോസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, റൂൾ അഗെയിൻസ്റ്റ് ബയസ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി നിരവധി തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ലീവ് ചെയ്യാൻ ഒരു കാരണവശാലും സാധ്യമല്ല. So we will discuss all those things in detail. We will discuss all those things in detail. So from starting, or when we start the discussion about the principle of natural justice, we need to understand that in natural justice principles എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഭാഗമായി വരുന്ന ഒരു തത്വമാണ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സ്വാഭാവിക നീതി എന്ന് പറയുന്നത്, അല്ലെ? സോ ദ ടോപ്പിക് ഈസ് ഇൻ റിലേഷൻ ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ലോ. സോ ഓട്ടോമാറ്റിക്കലി യു വിൽ ഹാവ് എ ഡൗട്ട്, സർ വാട്ട് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അല്ലെ? നമ്മൾക്ക് ഇപ്പോ PSC കാണാതെ പഠിച്ചാൽ പോരാ. അതുകൊണ്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും, അല്ലെ? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? വാട്ട് ഡു യു മീൻ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ? What is your view about administrative law? നിങ്ങൾ സിലബസ് ഒക്കെ എന്നോട് ചാറ്റിൽ പറഞ്ഞതാണ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ? എനിബഡി, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. What do you mean by administrative law? No idea? Idea ഇല്ല? No idea. No issue. We are going to deal with this area. Okay.
അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ സിലബസ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സിലബസിന്റെ ഒരു കോപ്പി നിങ്ങൾ എപ്പോഴും കയ്യിലെടുത്ത് വെക്കണം കേട്ടോ. ഈ സിലബസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ഒരുപാട് വാക്കുകളുടെ ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലാകാത്തത് ഉണ്ടാകും. അപ്പൊ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠനം ആരംഭിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. ഓക്കെ, so just understand what do you mean by administrative law. As I always say, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഗവൺമെന്റ് ഹാസ് 3 organs അല്ലെ. ഗവൺമെന്റ് ഹാസ് 3 organs which you might be familiar within this time. The government has a legislative department അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയും അല്ലെ. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ എങ്ങനെ പറയും? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയും അല്ലെ. കാര്യനിർവഹണ വിഭാഗം. ഒരു ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ നീതിപീഠം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നിയമം നിർമ്മിക്കുന്നു, കാര്യനിർവഹണ വിഭാഗം നിയമം നടപ്പിലാക്കുന്നു അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നിയമം നിർമ്മിക്കുന്നു, ലെജിസ്ലേറ്റ് ചെയ്യുന്നു. നീതിപീഠം നിയമത്തെ എന്ത് ചെയ്യുന്നു? നിയമത്തെ വ്യാഖ്യാനിക്കുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, നൗ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല അല്ലെ? യെസ്, ദ ആൻസർ ഇസ് ഹിയർ. In a fraction of second you will get the answer. The law that is concerned with the executive department of the government is known as administrative law. Understand? Law that deals with executive department or executive organ of the government is what is administrative law. അതായത് കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് നിയമം അല്ലെങ്കിൽ ഭരണ സംബന്ധമായ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ, നമ്മളുടെ CMന്റെ ഓഫീസിൽ തുടങ്ങിയ സംവിധാനങ്ങളിലെല്ലാം തന്നെ ഇവരെല്ലാവരും കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമാണ് അല്ലെ, എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഈ ഓഫീസുകളിലെല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇസ് എ ലോ ദാറ്റ് or is a set of laws that deal with the executive organ of the government. Okay, അപ്പൊ എക്സിക്യൂട്ടീവ് ഓർഗൻ ഓഫ് ദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണോ പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണോ? അഗെയിൻ യു വിൽ ഹാവ് എ ഡൗട്ട് അല്ലെ. എക്സിക്യൂട്ടീവ് 2 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. വൺ ഇസ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ദ അതർ വൺ ഇസ് പെർമനന്റ് എക്സിക്യൂട്ടീവ് അല്ലെ. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആർ ദോസ് ഇലക്റ്റഡ് മെമ്പേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ ദ ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, Union Council of Ministers, State Council of Ministers. Yes, all these are part of the political executive. ഇവർ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുക അല്ലെ. തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവര് അധികാരത്തിൽ വരിക. സർ, അപ്പൊ പെർമനന്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നതും എക്സിക്യൂട്ടീവ് അല്ലേ എന്ന് ചോദിക്കുക അല്ലെ. ബ്യൂറോക്രസി എന്ന് പറയുന്നതും എക്സിക്യൂട്ടീവ് ആണെന്ന് പറയുന്നവരുണ്ട്. യെസ്, അബ്സല്യൂട്ട്ലി യു ആർ റൈറ്റ്. ബ്യൂറോക്രസിയും എക്സിക്യൂട്ടീവ് ആണ്. പക്ഷെ ബ്യൂറോക്രസി ഈസ് എ പാർട്ട് ഓഫ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ദേ ആർ സെലക്റ്റഡ് എക്സിക്യൂട്ടീവ്. വണ്ടർഫുൾ. സെലക്റ്റഡ് എക്സിക്യൂട്ടീവ്. അപ്പൊ അവരെ തെരഞ്ഞെടുക്കുക അല്ലേ സർ ചെയ്യുന്നത്? അല്ല, അവരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. The difference, this is election and this is selection. That's the difference. ഇവര് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്, ഇവര് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. Election and selection.
ഓക്കെ, സോ പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് നമ്മളുടെ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ബ്യൂറോക്രസി എന്ന് പറയുന്നത് പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അപ്പോൾ ഫ്രം എ പേഴ്സൺ ഹു ഹാസ് ഗോട്ട് അപ്പോയിന്റ്മെന്റ് ആസ് എ സിവിൽ പോലീസ് ഓഫീസർ, ഓക്കെ, ഒരു സിവിൽ പോലീസ് ഓഫീസർ മുതൽ നമ്മളുടെ ചീഫ് മിനിസ്റ്റർ വരെ ഒരു സംസ്ഥാന തലത്തിൽ എന്തിന്റെ ഭാഗമാണ്? എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഓക്കെ, എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഈ എക്സിക്യൂട്ടീവ് പാലിക്കേണ്ട നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നമ്മൾ പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഫൈൻ, ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? Everybody, because this is what is the very important area. ഇവിടെ നിന്നുമായിരിക്കും നമ്മൾ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായും മനസ്സിലായാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എല്ലാ അന്തസ്സത്തോടെയും അല്ലെങ്കിൽ എല്ലാ എസൻസോടെയും മനസ്സിലാക്കാൻ സാധിക്കും. That is the reason why I am asking whether it is clear for you or not. Okay, fine. Yes. അപ്പോൾ just understand that അഡ്മിനിസ്ട്രേറ്റീവ് നിയമം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിൽ പെർമനന്റ് എക്സിക്യൂട്ടീവും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉൾപ്പെടുന്നു. പെർമനന്റ് എക്സിക്യൂട്ടീവ് സെലക്ടഡ് ഒഫീഷ്യൽസ് ആണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, തെരഞ്ഞെടുക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതിലെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സ്പെസിഫിക് ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സ്വാഭാവിക നീതിയുടെ തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്, ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. മനസ്സിൽ വെക്കുക അത്രയും കാര്യം. ഓക്കെ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് പറയാനുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഇത്ര മാത്രമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. നൗ യു ജസ്റ്റ് സീ നമ്മൾ എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള ഐഡിയയിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഏരിയ. ഓക്കെ, സി ഡ്യൂറിങ് ദ ഏർലിയർ പീരിയഡ്, അതായത് ഒരു സേ ഫോർ എക്സാമ്പിൾ 18ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിന് ശേഷം, ഓക്കെ, പോസ്റ്റ് 18th സെഞ്ചുറി അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് പറയാം, ഒരു എക്സാക്ട്ലി 20th century ഒക്കെ ആയപ്പോഴേക്കും ഒരു വലിയ മാറ്റം നമ്മളുടെ ലോകക്രമത്തിൽ തന്നെ സംഭവിച്ചു. എന്തായിരുന്നു ആ മാറ്റം? ദ സ്റ്റേറ്റ്സ് ഓർ ദ കൺട്രീസ്, ഓക്കെ, the states have got transferred from the stature of laissez-faire to welfare state. Okay, അപ്പൊ laissez-faire എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും US, UK പോലുള്ള വലിയ രാജ്യങ്ങൾ ഉൾപ്പെടെ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തി. ഓക്കെ, നൗ യു ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് laissez-faire. അല്ലെ, എന്താണ് laissez-faire എന്നുള്ളത് അറിയണം എന്നുണ്ടായിരിക്കാം. എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അറിയണമെന്നുണ്ടായിരിക്കാം. സോ laissez-faire വാസ് ഓൾസോ ആസ്ക്ഡ് ബൈ PSC. എന്താണ് laissez-faire? ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ 20ാം നൂറ്റാണ്ടോടുകൂടി laissez-faireൽ നിന്ന് വെൽഫെയർ സ്റ്റേറ്റിലേക്ക് ഒരു മാറ്റം സംഭവിച്ചു രാജ്യങ്ങളിലെല്ലാം തന്നെ. യെസ്, കുറച്ചു പേര് പറയുന്നുണ്ട് laissez-faire എന്താണ് എന്ന് ചോദിച്ചാൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ എക്സ്പ്ലനേഷൻ. ഓക്കെ, യു ഷുഡ് ഹാവ് എ ക്ലിയർ എക്സ്പ്ലനേഷൻ ഇൻ യുവർ ഹാൻഡ്. laissez-faire means it is an economical philosophy. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചു കാണുമായിരിക്കും. എക്കണോമിക്കൽ ഫിലോസഫി ആണ്. വെരി ഗുഡ്. ഓക്കെ, ഇറ്റ്സ് ആൻ ഇക്കണോമിക് ഫിലോസഫി. നൗ ഈ ഇക്കണോമിക് ഫിലോസഫിയിൽ എന്താണ് പറയുന്നത്? ഇക്കണോമിക് ഫിലോസഫിയിൽ പറയുന്നത് മിനിമം ഗവൺമെന്റൽ
interference, minimum governmental interference എവിടെയാണ്? In the economic matters of a state. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒരു വിപണിയുടെ കാര്യങ്ങളിൽ സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ് മിനിമൈസ് ചെയ്യുക എന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് മിനിമൈസ് ചെയ്യുക എന്ന സംവിധാനത്തെയാണ് നമ്മൾ ലേസസ് ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് മിനിമൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ഇന്റർഫിയറൻസ് ആയിരിക്കും കൂടുതൽ? അവിടെ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇന്റർഫിയറൻസ് ആയിരിക്കും കൂടുതൽ, അല്ലെ? ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലാളിത്തം, മുതലാളിമാരുടെ, കോർപ്പറേറ്റുകളുടെ മുതലാളിത്തത്തിന്റെ ഇന്റർഫിയറൻസ് ആയിരിക്കും കൂടുതൽ. ഗവൺമെന്റ് നമ്മളുടെ വിപണിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഗവൺമെന്റ് വിപണിയിൽ ഇന്റർഫിയർ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും, അല്ലെ? ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ്. ഗവൺമെന്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തികളായിരിക്കും മാർക്കറ്റ് ഭരിക്കുക. വ്യക്തികൾ മാർക്കറ്റ് ഭരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അതായത് മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് നമ്മളുടെ വിപണികൾ മാറി എന്ന് പറയുന്നത്. അപ്പൊ 20-ാം നൂറ്റാണ്ടോടുകൂടി ഈ ലേസസ് ഫെയർ എന്നുള്ള ഐഡിയയിൽ നിന്ന് എങ്ങോട്ട് മാറി? നമ്മളുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തിലേക്ക് പതുക്കെ ചുവട് മാറ്റി. അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ലേസസ് ഫെയറിന് ചില മെറിറ്റ്സ് ഉണ്ട്, ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജസ് മിനിമം ഗവൺമെന്റൽ ഇൻഫ്ലുവൻസ്. ഓക്കെ, മിനിമം ഗവൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ഗവൺമെന്റൽ ഇൻഫ്ലുവൻസ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് വുഡ് ഗെറ്റ് ദ സ്പേസ്, അല്ലെ? കൂടുതൽ പ്രൈവറ്റ് പ്ലെയേഴ്സ് വുഡ് ഗെറ്റ് ദി മാർക്കറ്റ് സ്പേസ്. അപ്പൊ പ്രൈവറ്റ് പ്ലെയേഴ്സ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യെസ്, ഓട്ടോമാറ്റിക്കലി ദ കോമ്പറ്റീഷൻ വിൽ ബി വെരി ഹൈ. ഈ പ്രൈവറ്റ് പ്ലെയേഴ്സ് സ്വാഭാവികമായിട്ടും ഇവർക്ക് പരസ്പരം കോമ്പീറ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. യെസ്, ഹെൽത്തി കോമ്പറ്റീഷൻ ഇസ് വെരി ഫൈൻ. അപ്പൊ കോമ്പറ്റീഷൻ വർദ്ധിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ if competition is increased or competition is on growth side, then there is a scope that the production will be quality productions. Okay, quality production, as well as you can say that the production would be maximum also. Maximum. അപ്പൊ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതായത് ഒരേ വാല്യൂ ഉള്ള ഒരുപാട് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ദ കസ്റ്റമേഴ്സ് വിൽ ഗെറ്റ് ദ ചോയ്സ്, അല്ലെ? കസ്റ്റമേഴ്സിന് ചോയ്സ് ലഭിക്കും. കസ്റ്റമേഴ്സിന് ചോയ്സ് ലഭിക്കുമ്പോൾ കസ്റ്റമേഴ്സ് ക്വാളിറ്റിയിൽ വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നോക്കുക? പ്രൈസ് ആയിരിക്കും നോക്കുക, അല്ലെ? അപ്പോൾ വിവിധ പ്രൈസുകളിൽ, അതായത് വിലക്കുറവിൽ കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ വിപണിയിൽ നിന്ന് സാധന സാമഗ്രികൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ലേസസ് ഫെയർ എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മിനിമം ഗവൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ പ്രൈവറ്റ് പ്ലേയേഴ്സിനുള്ള സ്പേസ് കൂടും. Then that will provide the competitive spirit for the private players. The quality production and maximum production will be on a rise path. The choice for the customers will be manifold, so that the price or the company owners would be forced to reduce the price and sell the product. So this is good for the customers. പക്ഷെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? എന്താണ് ലേസസ് ഫെയറിന്റെ ഡിസഡ്വാൻറ്റേജ്? ലേസസ് ഫെയറിന്റെ ഡിസഡ്വാൻറ്റേജ്, it would not even consider the labor. That means there can be high chances of labor exploitation. My goodness. അപ്പോൾ ലേസസ് ഫെയർ ഇത്രയും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
അൾട്ടിമേറ്റ്ലി അവിടെ ഒരു പ്രശ്നമുണ്ട്. തൊഴിലാളികളെ കാര്യമായി പരിഗണിക്കാൻ ഈ ലേസസ് ഫെയർ സംവിധാനത്തിന് സാധിക്കില്ല, അല്ലെ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിന് കീഴിലുള്ള സംവിധാനങ്ങളിൽ ഉള്ള ജോബ് സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ തൊഴിലാളിക്ക് നൽകുന്ന അവകാശങ്ങളോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുണ്ടോ? നമ്മളൊരു മിക്സഡ് ഇക്കോണമി ആണല്ലേ, നമ്മളൊരു മിക്സഡ് ഇക്കോണമിയാണ്. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പ്രൈവറ്റ് പ്ലേയേഴ്സും ഒരുപോലെ ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ സീക്ക് ചെയ്യാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ജോബ് സീക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തന്നെ അതിനുള്ള ആൻസർ കിട്ടും, അല്ലെ? വാട്ട് ഇസ് ദ അട്രാക്ഷൻ? ഇസ് ഇറ്റ് ദ സാലറി യുവർ അട്രാക്ഷൻ? നോ. സാലറി ആണോ? അല്ല. സാലറി എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ യു ആർ ലുക്കിംഗ് ഫോർ എ സെക്യൂർ ജോബ്, അല്ലെ? ഒരു സ്ഥിര വരുമാനമാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനം. അപ്പൊ സ്ഥിര വരുമാനം, ഏത് സാഹചര്യത്തിലും വരുമാനം ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനം. സാലറി ഒരുപക്ഷെ ഗവൺമെന്റ് സംവിധാനങ്ങളെക്കാൾ കൂടുതൽ സാലറി നൽകുന്ന പ്രൈവറ്റ് സംവിധാനങ്ങൾ ഉണ്ട്, പക്ഷെ അത് എത്ര കാലത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് എ ക്യാപിറ്റലിസ്റ്റ് തിയറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ക്രമാനുഗതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ എന്ത് വിചാരിച്ചു? സ്റ്റേറ്റുകൾ പതുക്കെ ലേസസ് ഫെയർ എന്ന ഐഡിയയിൽ നിന്ന് ഒരു മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് എന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു. വെൽഫെയർ സ്റ്റേറ്റ് എന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നു. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് വെൽഫെയർ സ്റ്റേറ്റ്. ആധുനിക ക്ഷേമരാഷ്ട്രം. ഓക്കെ, ആധുനിക ക്ഷേമരാഷ്ട്രമാണ്. മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് മീൻസ് ആധുനിക ക്ഷേമരാഷ്ട്രം. Now just understand, see what is practically welfare state? Tell me that. What is practically, or how will you practically define a welfare state? When you connect everything practically, you will not forget it. കേട്ടോ, പ്രാക്ടിക്കലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മറക്കില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. എന്താണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ? എല്ലാവർക്കും ക്ഷേമം, ഗവൺമെന്റ് ഇന്റർവെൻഷൻ, കൺസിഡറിംഗ് ദി ആസ്പിറേഷൻസ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന കൊടുക്കുന്നു. യെസ്, വെരി ഗുഡ്. യാ, സി വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, the predominant consideration is the betterness of people. ജനങ്ങളുടെ ക്ഷേമമാണ് predominant consideration എന്ന് പറയുന്നത്. ഓക്കെ, ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക, ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക, ജനങ്ങൾക്ക് സാമൂഹികപരമായി പിന്നാക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻഗണന നൽകുക, അതുപോലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലെ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി in our constitution. Yes sir, in Indian constitution we have the idea of the directive principle of state policy, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ പോകുന്നു? എക്കണോമിക്സിലേക്ക് പോകുന്നു, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നു, തിരിച്ച് നമ്മൾ വീണ്ടും ലീഗൽ സിലബസിലേക്ക് വരുന്നു. ഗവേണൻസിന്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് യഥാർത്ഥത്തില് ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോ DPSP എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എന്താണ്? DPSP എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി കമ്പയർ ചെയ്യാം, അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. DPSP പാർട്ട് 4 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ നമ്പർ 12 to 35 ആണ്. DPSP 36 to 51 ആണ്. ആർട്ടിക്കിൾ 12 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 36 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് സർ പറയുന്നത്. വാവ്, വണ്ടർഫുൾ. ആർട്ടിക്കിൾ നമ്പർ 13 പറയുന്നത് എന്താണ്? ഡെഫിനിഷൻ ഓഫ് ലോ ആണ്. ആൻഡ് ആർട്ടിക്കിൾ നമ്പർ 37 ഓൾസോ സ്പീക്സ് അബൌട്ട് ദി ഡെഫിനിഷൻ ഓഫ് ലോ. സർ, സോ ദർ ആർ സം സോർട്ട് ഓഫ് സിമിലാരിറ്റീസ്, അല്ലെ? കുറച്ച് സിമിലാരിറ്റീസ് നിങ്ങൾക്ക് അവിടെ എവിടെയും കാണാൻ സാധിക്കും, ശരിയല്ലേ? ആർട്ടിക്കിൾ 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് പറയുന്നു, ആർട്ടിക്കിൾ 36 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് പറയുന്നു, ആർട്ടിക്കിൾ 13 ഡെഫിനിഷൻ ഓഫ് ലോ പറയുന്നു, അല്ലെങ്കിൽ എന്ത് ലോ അല്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 37 എന്ത് ലോ അല്ല എന്ന് പറയുന്നു. So all these things can be equated.
Now, how will you differentiate the fundamental rights in DPSP? Just understand that also. How will you differentiate the fundamental rights in DPSP? Sir, fundamental rights are those rights guaranteed by the Constitution. ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സർ, എങ്ങനെയാണ് ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നത്? ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ കേസ് ഇഫ് ദർ ഇസ് എ വയലേഷൻ, നമ്മളുടെ സ്റ്റേറ്റ് നമ്മളുടെ അവകാശങ്ങളെ വയലേറ്റ് ചെയ്താൽ നമ്മൾക്ക് നേരെ എവിടെ പോകാം? We can move to the judiciary, that is enforceable by the judiciary. അപ്പൊ ആർക്കെതിരെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉപയോഗിക്കുന്നത്? സർ, എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഭരണ സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്ന അവരുടെ അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു സർവാധിപത്യം അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു സർവാധിപത്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെതിരായി ജനങ്ങൾക്ക് നീതിപീഠത്തെ സമീപിക്കാം. നീതിപീഠം സ്റ്റേറ്റിനോട് എന്താവശ്യപ്പെടും? സർ, പ്രൊവൈഡ് ദം ബാക്ക് വിത്ത് ദെയർ റൈറ്റ്സ് because those are their fundamental rights. This is fundamental right. Okay, not our area of discussion, നമ്മളുടെ ഭാഗമല്ല. But we need to understand what is the difference between fundamental right and DPSP. എങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റും DPSPയും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത്? സർ, DPSPs are instructions, നിർദ്ദേശങ്ങളാണ് അല്ലെ? എന്തിനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്? Provided in the Constitution. ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സർ, DPSP ഗ്യാരണ്ടീഡ് അല്ല, പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ DPSP നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ DPSP പാലിച്ചില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ബാക്കി ഡെഫിനിഷൻ കൂടി നോക്കാം. അപ്പോൾ ഭരണഘടനയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. സർ, ആർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്? സർ, സ്റ്റേറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അല്ലാതെ ആർക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക? സ്റ്റേറ്റിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. സർ, എന്തിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്? സർ, വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. Wonderful. So this is actually the comparison between the fundamental right and DPSP. Okay, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവകാശങ്ങളാണ്. DPSP എന്ന് പറയുന്നതും നമ്മളുടെ അവകാശങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ അവകാശങ്ങൾ നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. 5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് അവർ വോട്ട് ചോദിച്ചു വരുമ്പോൾ വോട്ട് നൽകില്ല അല്ലെങ്കിൽ വോട്ട് നൽകാതെ അത് സ്ഥാപിച്ചെടുക്കും എന്നുള്ളൊരു പ്രതീതി ഗവൺമെന്റിന് സൃഷ്ടിച്ചു നൽകാം. ഓക്കെ, അതാണ് വ്യത്യാസം DPSPയും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിൽ. അപ്പോൾ DPSP ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. എന്തിനു വേണ്ടിയാണ്? ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് DPSP കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രൊവിഷൻ ആക്കാതിരുന്നത്? യു ജസ്റ്റ് ഇമാജിൻ, DPSPയുടെ പ്രാധാന്യം എന്താണ്? യു ജസ്റ്റ് ഇമാജിൻ, DPSP എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലെ? റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡമിനെ പറ്റി പറയുന്നുണ്ട്, റൈറ്റ് ടു ലൈഫിനെ പറ്റി പറയുന്നുണ്ട്, ഇക്വാലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾക്ക് കോടതിയിൽ പോയി ചോദ്യം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് 3 നേരം ഭക്ഷണം ലഭിക്കണ്ടേ? വേണ്ടേ? 3 നേരം ഫുഡ് ലഭിക്കണ്ടേ? 3 നേരം ഫുഡ് ലഭിച്ചാലല്ലേ നമ്മൾക്ക് മത പ്രാർത്ഥനയും അല്ലെങ്കിൽ മത വിശ്വാസവും ഒക്കെ പിന്തുടരാൻ പറ്റൂ. അപ്പൊ ഈ 3 നേരം ഫുഡ് ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? വെൽഫെയർ സ്റ്റേറ്റ് വേണം. 3 നേരം ഭക്ഷണം ലഭിക്കണമെങ്കിൽ തൊഴിൽ നൽകണം. യെസ്, തൊഴിൽ നൽകാൻ ഉള്ള നിർദ്ദേശം എവിടെയുണ്ട്? DPSPയിലുണ്ട്. വിദ്യാഭ്യാസം നൽകാനുള്ള നിർദ്ദേശം എവിടെ ഉണ്ടായിരുന്നു? DPSPയിൽ ഉണ്ടായിരുന്നു. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നിർദ്ദേശം എവിടെ ഉണ്ടായിരുന്നു? DPSPയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആർക്കുള്ള നിർദ്ദേശമാണ്? സ്റ്റേറ്റിനുള്ള നിർദ്ദേശമാണ്. സ്റ്റേറ്റിനോട് പറയുകയാണ് ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം, നമ്മളുടെ ജനങ്ങളാണ്, അവരുടെ ക്ഷേമമാണ് പ്രധാനം. പക്ഷേ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. എന്തുകൊണ്ടാണ്?
കാരണം നിങ്ങളുടെ കയ്യിൽ, നമ്മളുടെ ഖജനാവിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകാനും എല്ലാവർക്കും തൊഴിൽ നൽകാനും ഒന്നും ഇപ്പോ ഞങ്ങൾ ആവശ്യപ്പെടില്ല. പക്ഷെ ഭാവിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാവിയിൽ ഇതെല്ലാം നിങ്ങൾ പരിഗണിക്കണം. ഇത് പരിഗണിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റൂ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, സോ നിങ്ങൾ MGNREGA എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് കേട്ടിട്ടുണ്ടോ? MGNREGA. യെസ്, എന്താണ് ഈ MGNREGA? MGNREGA ആണ് നമ്മൾ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അല്ലെ? തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. യെസ്, 100 ദിവസം ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകുന്നു. അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? അതിന്റെ സോഴ്സ് DPSPയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സമ്പാദിക്കുന്ന കാശൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. വളരെ തുച്ഛമായ തുകയായിരിക്കും നിങ്ങൾക്ക് വേതനമായിട്ട് കിട്ടുക. പക്ഷെ അത് സ്റ്റേറ്റിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച് സ്റ്റേറ്റ് എന്ത് ചെയ്തു? DPSP ഇംപ്ലിമെന്റ് ചെയ്തു, MGNREGA. അതുപോലെ ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നു DPSP. നിങ്ങൾ മിഡ് ഡേ മീൽ സ്കീം, അംഗൻവാടി സ്കീം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? യെസ്, ദ സോഴ്സ് ഇസ് DPSP. ദ സോഴ്സ് ഇസ് DPSP. ഓക്കെ, അതുപോലെ വിദ്യാഭ്യാസം നൽകാനായിട്ട് പറഞ്ഞു. വിദ്യാഭ്യാസം നൽകാൻ ആദ്യം പറയുന്നത് DPSP ആണ്. പിന്നീടാണ് അത് എന്തായി മാറിയത്? ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറുന്നത്. അപ്പൊ DPSP എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക. അതായത് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാതെ, സി പ്രോഫിറ്റ് ഇസ് നോട്ട് ദ കൺസേൺ. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് അല്ല കൺസേൺ. അങ്ങനെയാണെങ്കിൽ KSRTC പണ്ടേക്കും പണ്ടേ അടച്ചു കളഞ്ഞേനെ അല്ലെ? KSRTC അടക്കേണ്ടി വരും, പൂട്ടിക്കെട്ടേണ്ടി വരും. അതുപോലെ മെട്രോ റെയിൽ, കൊച്ചി മെട്രോ റെയിൽ പൂട്ടിക്കെട്ടേണ്ടി വരും. എന്തിനേറെ പറയുന്നു, ഇന്ത്യൻ റെയിൽവേ പോലും പൂട്ടിക്കെട്ടേണ്ടി വരും. ഇന്ത്യൻ റെയിൽവേ പോലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് റൺ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. പക്ഷെ അവിടെയും ലാഭത്തിലേക്ക് എത്താൻ സ്വാഭാവികമായിട്ടും സാധിക്കില്ല. കാരണം അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ഗവൺമെന്റ് ട്രാൻസ്പോർട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് അത് റൺ ചെയ്യുന്നു? ദ ആൻസർ ഇസ് വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രമാണ്. പ്രൈവറ്റ് ബസ് തൊഴിലാളികളോട് നിങ്ങൾ 10 പേരെ മാത്രം അകത്ത് കയറ്റി അല്ലെങ്കിൽ 10 പേരെ മാത്രം യാത്രക്കാരായി ലഭിക്കുന്ന ഒരു റൂട്ടിലേക്ക് ഓടാൻ പറഞ്ഞാൽ അവർ ഓടുവോ? അവർ മുന്നോട്ട് പോവോ? ഇല്ല അല്ലേ? അവർ വേറെ പണി നോക്കും അല്ലേ? പക്ഷെ KSRTCയെ സംബന്ധിച്ച് വളരെ റിമോട്ടായ ഏരിയയിലേക്ക് പോലും സർവീസ് നടത്തുന്നു. എന്താണ്? വാട്ട് ഇസ് ദ റീസൺ? ഇറ്റ് ഇസ് വെൽഫെയർ സ്റ്റേറ്റ്. ദ റീസൺ ഇസ് വെൽഫെയർ സ്റ്റേറ്റ്. ഓക്കെ, ഇത്രയും നഷ്ടമായിട്ട് കൊച്ചി മെട്രോ റെയിൽ വീണ്ടും ഓടിക്കുന്നു. വാട്ട് ഇസ് ദ റീസൺ? ദ റീസൺ ഇസ് വെൽഫെയർ സ്റ്റേറ്റ്. വൈ? ബിക്കോസ് ദ ലൈഫ് ഓർ ദ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പീപ്പിൾ നീഡ്സ് ടു ബി ബെറ്റർ. Okay, so that is what is the idea of a welfare state. Practically welfare state എന്ന് പറഞ്ഞാൽ അതാണ്. അതിന്റെ സോഴ്സ് എവിടെയാണ്? DPSPയിലാണ്. അപ്പൊ അങ്ങനെ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു? ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യേണ്ടി വരുന്നു അല്ലെ? ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് മെനിഫോൾഡ് ഇൻക്രീസ് ചെയ്തു. അതായത് ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഗവൺമെന്റിന് ബിസിനസ് ചെയ്യേണ്ടി വരും, ഗവൺമെന്റിന് റെഗുലേറ്റർ ആവേണ്ടി വരും, ഗവൺമെന്റിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഹെൽത്ത് സെക്ടറിൽ ഗവൺമെന്റിന് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അതുപോലെ ഗതാഗത മേഖലയിൽ ഗവൺമെന്റിന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് എല്ലാം മെനി ഫോൾഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഗവൺമെന്റിലെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ ഫങ്ഷൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ലെജിസ്ലേച്ചറിന്റെയും ജുഡീഷ്യറിയുടെയും ഫങ്ഷൻസ് ഇൻക്രീസ് ചെയ്തില്ല എന്നല്ല അർത്ഥം. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ ഫങ്ഷൻസ് ആണ് പ്രിഡോമിനന്റ്ലി ദ ഇൻക്രീസ് was seen in the executive branch of the government. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു തുടങ്ങി? ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, ഗവൺമെന്റിന് എല്ലാം ചെയ്യണമെങ്കിൽ എപ്പോഴും പാർലമെന്റിനെ വിളിച്ച് യോഗം ചേർക്കാൻ പറ്റില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു തുടങ്ങി? എക്സിക്യൂട്ടീവ് പതുക്കെ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും പെർഫോം ചെയ്തു തുടങ്ങി. അതുപോലെ ജുഡീഷ്യൽ ഫങ്ഷൻസും പെർഫോം ചെയ്തു തുടങ്ങി.
Okay, executive started performing the legislative functions. Executive started performing the judicial functions. Now, if the executive is performing the legislative function, this is known as the delegated legislation. If the executive started performing the judicial functions, or if the executive performs the judicial functions, those functions are known as what? Those functions are known as quasi-judicial functions. Okay, quasi-judicial functions. അപ്പൊ ഇവിടെ സൂരജ് ചോദിച്ചു, അപ്പൊ ബേർഡൻ കൂടുകയല്ലേ എന്ന് ചോദിച്ചു. സൂരജ് എക്സാക്ട്ലി യെസ്. സി, വർക്ക് ലോഡ് കൂടുന്നു, പക്ഷെ അത് ഡിസ്പെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡിസ്പെൻസ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. പാർലമെന്റിനെ സംബന്ധിച്ച് പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ച് ഇനി ആ നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പാർലമെന്റ് വീണ്ടും സമ്മേളനത്തിൽ വന്ന്, പാർലമെന്റിന് തന്നെ ബേർഡൻ ആണ്. 365 ദിവസവും 24 മണിക്കൂറും വർക്ക് ചെയ്താലും പാർലമെന്റിനോ നിയമസഭയ്ക്കോ നമ്മളുടെ ജനതയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ എക്സിക്യൂട്ടീവ് ഏറ്റെടുത്ത് പെർഫോം ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ്? പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം. എക്സിക്യൂട്ടീവ് ഒരു ഓർഡർ ഇറക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നതിന്റെ കാലതാമസം ഉണ്ടാവില്ല. എക്സിക്യൂട്ടീവിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കും. ഇനി ജുഡീഷ്യറിയിലേക്ക് പോയാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് കേസുകളാണ് സബോർഡിനേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആയി കിടക്കുന്നത്. 10,000-കണക്കിന് കേസുകളാണ് ഹൈക്കോടതികളിൽ പെൻഡിംഗ് ആയി കിടക്കുന്നത്. വീണ്ടും 1000-കണക്കിന് കേസുകളാണ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയി കിടക്കുന്നത്. ഇങ്ങനെ പെൻഡിംഗ് ആയി കിടന്നാൽ മതിയോ? ഈ കേസുകൾ പെട്ടെന്ന് തീർപ്പാകണ്ടേ? വേണ്ടേ? അപ്പോ ചില സാഹചര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട അധികാരങ്ങൾ ആരങ്ങ് ഏറ്റെടുത്തു? എക്സിക്യൂട്ടീവ് ഏറ്റെടുത്ത് തുടങ്ങി. അപ്പൊ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ those functions are known as quasi-judicial functions, and if the executive performs the legislative functions, those functions are known as the delegated legislation. Okay, delegated legislation. Fine. Okay, understand? Then, appo swabhavikamaayittum ഈ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ സെക്രട്ടേറിയറ്റില് ഒരു ഉദ്യോഗസ്ഥൻ ഒരു മിസ്കണ്ടക്ട് നടത്തി എന്ന് വിചാരിക്കാം. ഓക്കെ, സെക്രട്ടേറിയറ്റില് ഒരു ഉദ്യോഗസ്ഥൻ ഒരു മിസ്കണ്ടക്ട് നടത്തി. അപ്പൊ ഈ മിസ്കണ്ടക്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരായി അന്വേഷണം ഉണ്ടായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിനെതിരായി അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനാണ്, ഗിൽറ്റിയാണ് എന്ന് അന്വേഷണ സമിതി നിജപ്പെടുത്തി എന്ന് വിചാരിക്കുക. അങ്ങനെ അദ്ദേഹം ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെടാം. Earlier these activities were performed by the judiciary. നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആരാണ്? ജുഡീഷ്യറിയാണ്. പക്ഷെ ഇപ്പോ ഇത്തരം ചെറിയ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ആരാണ്? അത് എക്സിക്യൂട്ടീവ് തന്നെയാണ്. അതായത് സെക്രട്ടേറിയറ്റ് തന്നെ കാര്യങ്ങളിൽ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫങ്ഷൻസിനെ എന്ത് പറയുന്നത്? ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ്. അതായത് ജുഡീഷ്യറിക്കകത്തല്ലാത്ത ജുഡീഷ്യൽ ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് അൺകൺട്രോൾഡ് ആയിട്ട് പോകാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി അൺകൺട്രോൾഡ്. ഇതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. ആ നിയന്ത്രണങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, അപ്പൊ അതായത് സെക്രട്ടേറിയറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിനുള്ളിൽ ഒരു വ്യക്തിക്കെതിരായ അന്വേഷണം നടത്തി അയാളെ വിചാരണ ചെയ്ത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് വാദികളെയും പ്രതികളെയും വിസ്തരിച്ച് അതിനുശേഷമുള്ള വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിന് കൃത്യമായൊരു ഗൈഡ് ലൈൻ ഇല്ല. കോടതിയെ സംബന്ധിച്ചാണെങ്കിൽ കോടതിക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഗൈഡ് ലൈൻസ് ഇല്ല. അപ്പൊ അതിനുവേണ്ടി എക്സിക്യൂട്ടീവ് ഫോളോ ചെയ്യേണ്ടുന്ന ചില പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്.
Okay, so how can you define the principles of natural justice? Principles of natural justice, PONJ, principle of natural justice are those principles that is adopted or followed in a quasi-judicial function. ഒരു ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷനിൽ ഫോളോ ചെയ്യേണ്ടുന്ന ചില തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റെക്കായോ? ജസ്റ്റ് എ സെക്കൻഡ്. അതാ, യെസ്, എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ്. യെസ്, വാട്ട് ഗായത്രി ആസ്ക്ഡ് ഇസ് എക്സാക്ട്ലി റൈറ്റ്. അതായത് എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് അൺകൺട്രോൾഡ് ആയി മുന്നോട്ട് പോകാൻ പാടില്ല, റെഗുലേറ്റ് ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ പാടില്ല. അതിനായി എക്സിക്യൂട്ടീവ് ഫോളോ ചെയ്യേണ്ടുന്ന ചില തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫങ്ഷൻസ് എന്ത് ഫങ്ഷൻസ് ആണ്? അത് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് ആണ്. അപ്പൊ എക്സിക്യൂട്ടീവ് പെർഫോം ചെയ്യുന്ന ജുഡീഷ്യൽ ഫങ്ഷൻസ് അൺകൺട്രോൾഡ് ആയി പോകാതിരിക്കാൻ അഡോപ്റ്റ് ചെയ്യേണ്ടുന്ന ചില തത്വങ്ങളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് ഗായത്രി ഡൗട്ട്? യെസ്, ഡെഫിനിഷൻ ഒന്നുകൂടെ പറയണം. യെസ്, the definition of principle of natural justice, you can see it once again. Yeah, the principle of natural justice are those principles that is followed by the executive while performing the judicial functions. Executive while performing the judicial functions. കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ചില തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇല്ല, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഗായത്രി എവിടേക്കോ പോകുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ടീവ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? അത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ്, അല്ലെ? അത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ the executive, and on those performance they need to follow certain principles. Those principles are known as the principle of natural justice. Okay, clear? എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാ കാര്യങ്ങളും മനസ്സിലായോ കൃത്യമായിട്ട്? നമ്മൾ വളരെ സമയമെടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള കാര്യം സവിസ്തരം നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ യു ഷുഡ് നോട്ട്, നിങ്ങൾ ജിറ്റേർഡ് ആകരുത് ഒരിക്കലും. യു ഷുഡ് ഗിവ് എ സ്ട്രെയിറ്റ് ആൻസർ. വാട്ട് ഡു യു മീൻ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്? ഓക്കെ, ഡൺ? ഇസ് ഇറ്റ് ഓൾ റൈറ്റ്? ഫൈൻ. യെസ്, വെരി ഗുഡ്. യെസ്, ഫൈൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലേ? നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നാണ്. അപ്പൊ ഈ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് എന്ന് നമുക്ക് പഠിക്കണ്ടേ, അല്ലെ? നാച്ചുറൽ ജസ്റ്റിസിന്റെ തത്വങ്ങൾ എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ, നമ്മൾ അത് എന്താണ് എന്ന് പഠിക്കണം. എന്താണ് എന്നുള്ളതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്താണ് എന്ന് പഠിക്കണം. പ്രധാനമായും രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് റൂൾ
against bias. Okay, the first principle is rule against bias. എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. The second principle is odi alteram partem. Okay, so rule against bias, odi alteram partem. So these are the two principles, or these are the two important principles that we need to understand regarding the principle of natural justice. Okay, odi alteram partem എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഒരു ലാറ്റിൻ വേർഡ് ആണ്. എന്താണ് odi alteram partem എന്ന് പറഞ്ഞാൽ? Do you have any idea what do you mean by odi alteram partem? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോ കേൾക്കാനാണ് കൂടുതൽ സാധ്യത. കേട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഡെഫിനറ്റ്ലി ഈ ബാച്ചിൽ ഉണ്ടായിരിക്കും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്. ഓഡി ഓൾട്ടരം പാർട്ടം എന്ന് പറഞ്ഞാൽ ടു ഹിയർ ബോത്ത് സൈഡ്, രണ്ട് വശവും കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഓഡി ഓൾട്ടരം പാർട്ടം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വശങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസിന്റെ പേര് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, ഇതിൽ നിന്നും ഡീറ്റെയിൽഡ് ആയി നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിലിംഗ് കൂടി നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആ ഡീറ്റെയിലിംഗ് കൂടി നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. ആ 5 minutes ബ്രേക്ക് കഴിഞ്ഞിട്ട് വി വിൽ റെസ്യൂം ദ ഡിസ്കഷൻ. ഓക്കെ, ഇപ്പൊ സമയം 10:56 കൃത്യം 11:01 നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് 5 minutes ബ്രേക്ക്. ഇങ്ങനെ റിലൻലെസ് ആയി ബ്രേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ബിറ്റ് സ്ട്രെയിൻ ഫോർ മീ. ദാറ്റ്സ് ദ റീസൺ. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അനന്തു എന്താണ്, സംശയമാണോ? അനന്തു ഒരു കൈ പൊക്കിയിട്ടുണ്ടല്ലോ. ഹലോ. ആ ആ ഞാനിപ്പോ ഒരു ക്ലാസ്സിലെ മാറ്റിച്ചേട്ടാ, ഞാൻ വിളിക്കാം. ആ ആ ഓക്കെ ഓക്കെ, കൈ തട്ടിയതാണല്ലേ, ഫൈൻ ഫൈൻ. യെസ്, സോ വി വിൽ സീ വാട്ട് ഇസ് റൂൾ അഗെയിൻസ്റ്റ് ബയസ്. ഓക്കെ, എന്താണ് റൂൾ അഗെയിൻസ്റ്റ് ബയസ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. വാട്ട് ഇസ് റൂൾ അഗെയിൻസ്റ്റ് ബയസ്? അപ്പൊ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് റൂൾ അഗെയിൻസ്റ്റ് ബയസ്. ഗായത്രി എന്തോ ചോദിക്കുന്നുണ്ടല്ലോ, വാട്ട് ഇസ് ഇറ്റ്? നത്തിങ്. ഓക്കെ, യാ. സോ എന്താണ് റൂൾ അഗെയിൻസ്റ്റ് ബയസ് എന്ന് പറയുന്നത്? എല്ലാ എക്സിക്യൂട്ടീവ് ബോഡീസും ക്വാസി ജുഡീഷ്യൽ ആണോ? സി, ബേസിക്കലി എല്ലാ എക്സിക്യൂട്ടീവ് ബോഡീസും ക്വാസി ജുഡീഷ്യൽ എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് ബോഡീസ് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യേണ്ട സാഹചര്യം വരും എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എല്ലാ എക്സിക്യൂട്ടീവ് ബോഡീസും ക്വാസി ജുഡീഷ്യൽ ആണെന്നല്ല പറയുന്നത്. ഈ എക്സിക്യൂട്ടീവ് ബോഡീസ് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഉള്ള സ്ഥിതിഗതികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, they will perform sometimes quasi judicial functions, so they will have to perform sometimes the quasi judicial functions. That's it. Okay, now എന്താണ് ഈ റൂൾ അഗെയിൻസ്റ്റ് ബയസ്? ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ പല കാര്യങ്ങളും മുഴുവനും അറിഞ്ഞിട്ടേ ആൻസർ എഴുതൂ എന്നുള്ള വാശിയും പിടിക്കരുത് പരീക്ഷയ്ക്ക്. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ലായിരിക്കാം, പക്ഷെ ചില വാക്കുകൾ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലൂ ലഭിക്കും.